6-ാം ഞായർ വചനവിചിന്തനത്തിലേക്ക് സ്വാഗതം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വായിച്ച ഒരു കഥ ഞാൻ ഓർക്കുകയാണ്. ദൈവം പോകുന്ന പാത. ഈ കഥയിലെ ഇതിവൃത്തം ഇങ്ങനെയാണ്. കഠിന തടവ് കഴിഞ്ഞ് എല്ലാവരാലും വെറുക്കപ്പെട്ട ഒരു മനുഷ്യൻ തൻ്റെ യാത്ര വിവരിക്കുകയാണ്. യാത്ര ആരംഭിക്കുന്ന ആ മനുഷ്യന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിത്രങ്ങൾ തന്നെ ഉപേക്ഷിച്ച് പുറംതള്ളിയ തൻ്റെ സുഹൃത്തുക്കളുടെയും കുടുംബങ്ങളുടെയും തൻ്റെ കാമുകിയുടെയും മുഖങ്ങളാണ്. അയാൾ ഒരു വിജനമായ സ്ഥലത്തെത്തിയപ്പോൾ നിൽക്കണേ എന്നൊരു സ്വരം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. അയഞ്ഞ ഒരു നിക്കർ മാത്രം ധരിച്ച് ദേഹമാസകലം പൊടി പുരണ്ട ഒരാൺകുട്ടി തന്റെ നേർക്ക് വരുന്നു. ആ കുട്ടി അയാളോട് ചോദിച്ചു, വരാൻ എന്താ ഇത്ര വൈകിയത്? അയാൾ അന്താളിച്ചു പോയി. ആര് വൈകിയെന്ന? വൈകിയാലും വരുമെന്ന് എനിക്കുറപ്പായിരുന്നു. അമ്മ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്. അമ്മയെ മറവ് ചെയ്ത നാൾ മുതൽ ഞാനിവിടെ അങ്ങയെ കാത്തിരിക്കുകയായിരുന്നു. അയാൾ സംഭ്രമത്തോട് ചോദിച്ചു, കുട്ടി, ഞാൻ ആരാണെന്നാണ് നീ വിചാരിക്കുന്നത്? ദൈവം. പൂർണ്ണമായ ബോധ്യത്തോടുകൂടെ അവന്റെ മറുപടി. അവൻ തന്റെ മെലിഞ്ഞ കൈകൾ കൊണ്ട് ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ചു. അവൻ അടങ്ങിയ സ്വരത്തിൽ അയാളോട് പറഞ്ഞു, അമ്മ പറഞ്ഞിരുന്നു ഏത് വേഷത്തിൽ വേണമെങ്കിലും വരാമെന്ന്. ഇങ്ങനെയായാലെന്ത്, ഞാൻ പെട്ടെന്ന് അങ്ങയെ തിരിച്ചറിഞ്ഞല്ലോ. അയാൾ അവന്റെ മുഖം കൈകൊണ്ട് ശക്തിയായി ഉയർത്തി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ അയാളുടെ മുഖം കാണാമായിരുന്നു. വിതുമ്പുന്ന വെങ്കലുകളോടെ അവൻ അയാളോട് പറഞ്ഞു, എനിക്കാരുമില്ല. അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ കൂടെ കൂട്ടുമോ? അയാളുടെ ഹൃദയത്തിൽ നിന്നും ഒരു വലിയ ഭാരം മാറ്റിവെക്കപ്പെട്ടതുപോലെ അയാൾക്ക് തോന്നി. അയാൾ അവനോട് പറഞ്ഞു, വരൂ, നമുക്ക് പോകാം. ഇന്നത്തെ സുവിശേഷത്തിൽ ലൂക്കാ സുവിശേഷകൻ വിവരിക്കുന്നത് ദൈവം പോകുന്ന പാതയും ആ വഴികളിൽ അവൻ കണ്ടുമുട്ടുന്ന ജനങ്ങളെയും കുറിച്ചാണ്. യേശു തന്റെ പരസ്യ ജീവിതത്തിൽ ജെറുസലേമിലേക്കുള്ള യാത്ര നടത്തുമ്പോൾ അത്ഭുതകരമായ താൻ ചെയ്യുന്ന രോഗശാന്തികളിലൊന്നാണ് ലൂക്കാ സുവിശേഷകൻ 11-ാം അധ്യായം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നത്. 10 കുഷ്ഠരോഗികളുടെ രോഗശാന്തി. അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. കുഷ്ഠരോഗികൾ. യേശുവിന്റെ കാലത്തെ കുഷ്ഠരോഗികൾ ഭ്രഷ്ടരാക്കപ്പെട്ടവരാണ്. രോഗത്തിന്റെ പേരിൽ അകലങ്ങളിലായിരിക്കുവാൻ വിധിക്കപ്പെട്ടവർ. രോഗമുള്ളിടത്തോളം കാലം അവൻ സമൂഹത്തിൽ നിന്നും സ്വന്തം കുടുംബങ്ങളിൽ നിന്നും മാറി ഏകാഗിയായി താമസിക്കണം. സമൂഹം അവർക്ക് എന്നും അശുദ്ധി കൽപ്പിച്ചിരുന്നു. ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 13-ാം അധ്യായം 45 മുതലുള്ള വാക്യങ്ങൾ. കുഷ്ഠരോഗി കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും മേൽചുണ്ട് തുണി കൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധനെന്ന് വിളിച്ചു പറയുകയും വേണം. രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനായിരിക്കും. യഹൂദ നിയമം അനുശാസിക്കുന്നതനുസരിച്ച് അശുദ്ധൻ അശുദ്ധനെന്ന് വിളിച്ചു പറയുന്ന അവർ യേശുവിനെ കണ്ടപ്പോൾ പറയുന്നത്, യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്നാണ്. യേശുനാഥൻ തങ്ങളെ കാണുമെന്നും സൗഖ്യപ്പെടുത്തുമെന്നും എന്നുമുള്ള ഈ ഒറ്റപ്പെടുത്തലുകളിൽ നിന്ന്
തങ്ങളെ മുക്തരാക്കുമെന്നുമുള്ള ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് ഞങ്ങളിൽ കനിയണമേ എന്ന് അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. സമൂഹത്തിൽ അന്യരായി പോകുന്നവർ, അവഗണിക്കപ്പെട്ടു പോകുന്നവർ നന്മയുള്ള കണ്ണുകളിൽ പെടാതെ പോകുന്നവരാണ്. എല്ലാ കണ്ണുകളും സ്വാർത്ഥചിന്ത നിറഞ്ഞതായാൽ ഒരുപക്ഷെ സമൂഹത്തിൽ ഭൂരിഭാഗവും അന്യരായി പോകും. എന്നാൽ കുഷ്ഠരോഗികൾ യേശുവിൻ്റെ കണ്ണിൽപ്പെട്ടവരാണ്. കരുണാർത്ഥമായ സ്നേഹത്തോടു കൂടിയാണ് അവൻ അവരെ കാണുന്നത്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതലുള്ള വചനങ്ങളിൽ നല്ല സമറിയാക്കാരന്റെ ഉപമയിൽ കൊള്ളക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഒരു പുരോഹിതനും ഒരു ലേവായനും കണ്ടുമുട്ടുന്നുണ്ട്. എന്നാൽ പരിഗണിക്കാതെ അവർ വഴിമാറിപ്പോകുകയാണ്. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 20 മുതലുള്ള വചനങ്ങളിൽ ധനവാന്റെ മേശക്കരയിൽ കിടക്കുന്ന ലാസറിനെയും ധനവാൻ കണ്ടിരുന്നു. എന്നാൽ കരുണാർത്ഥമായ കണ്ണുകൾക്ക് മാത്രമേ രക്ഷന്റെ വഴികളാകുവാൻ കഴിയൂ. അവൻ പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. രോഗം മാറിയവൻ സമൂഹത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ പുരോഹിതന്റെ സാക്ഷ്യം ആവശ്യമാണെന്നുള്ള യഹൂദ നിയമത്തിന് ഒരുപക്ഷെ യേശു ഒരു പ്രത്യേക നിയോഗത്തോടു കൂടിയായിരിക്കാം ഒരു സമരിയാക്കാരനെയും ആ നിയമം പാലിക്കുവാനായിട്ട് പ്രചോദിപ്പിച്ചത്. വിശ്വാസപൂർണമായ അനുസരണത്തിലൂടെ മാത്രമേ സൗഖ്യം സാധ്യതമാകുകയുള്ളൂ എന്ന് ഒരുപക്ഷെ നമ്മെ പഠിപ്പിക്കാനായിരിക്കും സമരിയാക്കാരനെ പ്രത്യേകമായിട്ട് കർത്താവ് ഉപയോഗപ്പെടുത്തുന്നത്. സമരിയാക്കാരനോട് കർത്താവ് പറയുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അയാളുടെ വിശ്വാസപൂർണമായ അനുസരണം അയാൾക്ക് രക്ഷയായി പരിണമിച്ചു. ഇതുതന്നെയാണ് അയാളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും. 9 പേർ സൗഖ്യം പ്രാപിച്ച് തിരിച്ചുപോയപ്പോൾ ഒരുവൻ സൗഖ്യം പ്രാപിച്ച് രക്ഷയിലേക്ക് കടന്നു വന്നു. വിജാതികന്റെ വിശ്വാസം രോഗശാന്തിക്കപ്പുറം അവനെ രക്ഷയിലേക്ക് ആനയിച്ചപ്പോൾ സജാതിയുടെ വിശ്വാസം രോഗശാന്തിയോടെ അസ്തമിച്ചു. സൗഖ്യം പ്രാപിച്ച 90% പേരും രക്ഷകനെ മറന്ന് തിരക്ക് പിടിച്ച തങ്ങളുടെ ജീവിതങ്ങളിലേക്ക് തിരിച്ചു പോകുന്നവരാണ്. ഒരുപക്ഷെ ഇന്ന് ക്രൈസ്തവരായ നാം എല്ലാവരും സ്നേഹവും അംഗീകാരവും ലഭിക്കുന്ന കുടുംബങ്ങളിലേക്കും നമ്മുടെ കൂട്ടങ്ങളിലേക്കും മടങ്ങിപ്പോവുകയും രക്ഷയിലേക്ക് വരുവാൻ വിമുഖരാകുകയും ചെയ്യുന്നവരല്ലേ എന്ന് നാം തന്നെ ചിന്തിച്ചു നോക്കണം. വിശ്വാസികളിൽ പലരും ഇന്നും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് എന്ന് അനുദിന ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യേശു ചോദിക്കുന്നു, 10 പേരല്ലേ സൗഖ്യം പ്രാപിച്ചത്, മറ്റ് 9 പേർ എവിടെ? നന്ദി പ്രകാശിപ്പിച്ചു എന്നുള്ളതല്ല, നന്ദി പ്രകാശിപ്പിച്ചില്ല എന്നുള്ളതല്ല അവർ ചെയ്ത അവരുടെ കുറ്റം. മറിച്ച് അവരുടെ ഹൃദയങ്ങളിൽ അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണങ്ങിപ്പോയി എന്നുള്ളതാണ്. നന്ദിയുടെ സംസ്കാരം ഹൃദയ സംസ്കാരമായി മാറുമ്പോഴാണ് നാം ദൈവം വസിക്കുന്ന ഭവനങ്ങളായി വരുന്നു. ഹൃദയങ്ങൾ അകലങ്ങളിലാണെങ്കിൽ ദൈവത്തിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ല. എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ദൈവത്തോടുള്ള എൻ്റെ ഹൃദയ ഐക്യത്തിലാണ്. യേശുവിൻ്റെ ജെറുസലേം യാത്ര പോലെ എൻ്റെ ജീവിതയാത്രയും കരയുന്നവരെ കാണുവാനും അവൻ്റെ നിലവിളി കേൾക്കുവാനും ദൈവം സഞ്ചരിക്കുന്ന പാതകളാകുവാനുമുള്ള വിളിയാണ്. ഈ വിളി തിരിച്ചറിയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിന് കൂടുതൽ ആഴവും അർത്ഥവും കൈവരുന്നത്. ദൈവം നമ്മുടെ അനുദിന ജീവിത സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വിളികൾ തിരിച്ചറിയുവാൻ, സഹോദരനിൽ ദൈവത്തെ കാണുവാൻ നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.